السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന പവിത്രമാക്കപ്പെട്ട റമദാനിൻ്റെ മഗ്ഫിറത്തിൻ്റെ പത്ത് നമ്മളോട് സലാം പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. സലാം പറഞ്ഞ് പിരിയാൻ നിൽക്കുകയാണ്. നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇത്തഖും മിനന്നാർ, നരകമോചനത്തിൻ്റെ പത്ത്. മഗ്ഫിറത്തിൻ്റെ പത്തിൽ അവസാന നിമിഷങ്ങളിലാണ് ഞാൻ നിലകൊള്ളുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ, സയ്യിദിയ്യ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒരു അത്ഭുത സ്വലാത്തും ഒരു അത്ഭുത ആയത്തിനെ പറ്റിയാണ്. ഈ രണ്ട് കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്നതാണ്. അത് നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ്. ഇത് ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അത്ഭുത ഗുണങ്ങൾ. ഈ സ്വലാത്ത് ആരെങ്കിലും ഓതിക്കഴിഞ്ഞാൽ, പതിവാക്കി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവേ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ. അല്ലാഹ് നമ്മളുമായി സമീപിക്കുന്നവര്, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഞാൻ കൺസൾട്ടിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുമായി സമീപിക്കുന്നവരിൽ ധാരാളം ആളുകൾ രോഗികളാണ്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. നമ്മൾ കമന്റ് ബോക്സ് എടുത്തു നോക്കിയാലും ദുആ വസിയത്ത് എടുത്ത് നോക്കിയാലും രോഗമാണ് തങ്ങളെ. രോഗം കൊണ്ട് പ്രയാസത്തിലാണ്. ഊരവേദനയാണ്, കാലുവേദനയാണ്, കിഡ്നി സംബന്ധമായ രോഗമാണ്, ലിവർ സംബന്ധമായ രോഗമാണ്, വയറ് സംബന്ധമായ രോഗമുള്ളവർ, ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ, അറ്റാക്കിന്റെ ബ്ലോക്ക് കഴിഞ്ഞവർ, സ്റ്റോക്ക് കഴിഞ്ഞവർ, അങ്ങനെ വരുന്ന ധാരാളം രോഗികളാണ് നമ്മളെ കൂട്ടത്തിൽ. ഡയാലിസിസ് രോഗികൾ, ക്യാൻസർ രോഗികൾ, ട്യൂമർ രോഗികൾ, അങ്ങനെ രോഗമെടുത്താൽ ധാരാളം രോഗികൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. നമ്മളുമായി ബന്ധപ്പെടുന്നവരിൽ ധാരാളം ആളുകൾ രോഗികളാണ്. ഈ അടുത്തൊരു കാസർഗോഡുള്ളൊരു സഹോദരൻ, അവർ വിളിച്ചിരുന്നു, ക്യാൻസറാണ് തങ്ങളെ, ഡിസ്കിൻ്റെ ഭാഗത്ത്, ഊരയുടെ ഡിസ്കിൻ്റെ ഭാഗത്ത് ക്യാൻസറാണ്, തങ്ങൾ ദുആ ചെയ്യണം. ഇന്നാണ് അവർ ടെസ്റ്റിന് പോയത്. ആ ടെസ്റ്റിൽ ഒരു പ്രയാസമില്ലാതെ, കീമ ചെയ്യാത്തൊരവസ്ഥയിൽ അത് ശിഫയാവാൻ തങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, എല്ലാവരും മജ്ലിസിൽ ദുആ ചെയ്യാം. എല്ലാവരും ദുആ ചെയ്ത് ആ പൊന്നു സഹോദരൻ്റെ ആ രോഗം അല്ലാഹു ഇനി പരിപൂർണ്ണ ശിഫ നീ പ്രദാനം ചെയ്യണം. അങ്ങനെ രോഗികൾ അങ്ങനെ എടുത്തു നോക്കിയാൽ ധാരാളം രോഗികൾ, ഡയാലിസിസ് രോഗി ഒരു സഹോദരൻ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഇനി പരിപൂർണ്ണ ശിഫ കൊടുക്കണേ. അല്ലാഹ് നീ ശിഫ കൊടുക്കണേ തമ്പുരാൻ. അങ്ങനെ എടുത്തു നോക്കിയാൽ രോഗികളാണ്. ഒരു സഹോദരി, കൊല്ലം ജില്ലയിലുള്ള നമ്മുമായി അഭേദ്യമായ ബന്ധമുള്ള അവരെ ഫാമിലി, അവരെ ഭർത്താവ് എല്ലാം നമ്മുമായി അഭേദ്യമായി ബന്ധം സ്ഥാപിക്കുന്ന ഒരു സഹോദരിയാണ്. അവർ ഫാമിലി മൊത്തം നമ്മളുമായി ബന്ധം സ്ഥാപിക്കുന്ന എന്ത് വിഷയം ഉണ്ടെങ്കിലും നേരിട്ട് വിളിച്ച് ദുആ വസിയത്തുകൾ അറിയിക്കുന്ന, അതിൻ്റെ പരിഹാരങ്ങൾ ചോദിക്കുന്ന ഒരു സഹോദരിയാണ്. ആ സഹോദരിക്ക് കൈല വീക്കമാണ്. തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ ദുആ ചെയ്യണേ, എപ്പോഴും തങ്ങളെ ദുആ ചെയ്യണം. വസിയത്തുണ്ട്. അല്ലാഹു ഇനി പരിപൂർണ്ണ ശിഫാഇനെ പ്രദാനം ചെയ്യണേ. അല്ലാഹ് അങ്ങനെ എടുത്തു നോക്കിയാൽ ധാരാളം രോഗികൾ, നിരന്തരം രോഗികളാണ്. അല്ലാഹു ഇനി പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യണേ. അല്ലാഹ് നീ പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യണേ. അല്ലാഹ് നീ പരിപൂർണ്ണ ശിഫ നീ പ്രദാനം ചെയ്യണേ. അല്ലാഹ് ഈ രോഗത്തിൽ എന്ത് വലിയ രോഗമാണെങ്കിലും, എന്ത് മാറാ രോഗമാണെങ്കിലും അതിനെ പറ്റിയൊരു അത്ഭുത സ്വലാത്ത്,
ഈ അത്ഭുത സ്വലാത്ത് ആരെങ്കിലും ഈ എണ്ണത്തിൽ മഹാന്മാർ പറഞ്ഞ ഈ എണ്ണമടിസ്ഥാനത്തിൽ ആരെങ്കിലും ചൊല്ലി മന്ത്രിച്ച് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയ ശിഫയാണ്. ഏത് ക്യാൻസർ ആണെങ്കിലും, ട്യൂമർ ആണെങ്കിലും, സ്റ്റോക്ക് ആണെങ്കിലും, ബ്ലോക്ക് ആണെങ്കിലും അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകും. അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകും. അല്ലാഹുവേ ഈ പരിപൂർണ്ണ ശിഫ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗികൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അമല് പറഞ്ഞു തരണം തങ്ങളെ. മാരകമായ രോഗമാണ് തങ്ങളെ, ഒരു അമല് പറഞ്ഞു തരണം. ഊരവേദനയാണ് തങ്ങളെ, ഒരു അമല് പറഞ്ഞു തരണം. കാലുവേദനയാണ് തങ്ങളെ, ഒരു അമല് പറഞ്ഞു തരണം. മാറാത്ത മൈഗ്രീൻ തലവേദനയാണ് തങ്ങളെ, ഒരു അമല് പറഞ്ഞു തരണം. ഇൻഷാ അല്ലാഹ് ഇന്ന് കേട്ടോ, ഈ മഹത്താക്കപ്പെട്ട ഈ പവിത്രമാക്കപ്പെട്ട റമദാനിന്റെ അവസാന രാവുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട ഈ രാവുകളിലേക്ക് കടക്കുമ്പോൾ ഈ സ്വലാത്ത് ചൊല്ലി നീ ദുആ ചെയ്താൽ, നീ മന്ത്രിച്ചാൽ ഏത് വലിയ മാരകമായ രോഗമാണെങ്കിലും അല്ലാഹു ശിഫ നൽകും. രോഗികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ മന്ത്രിച്ചു കൊടുക്കുന്നതാണ്. അതാ ഞാൻ പറഞ്ഞത്. എൻ്റെ ഇജാസിയത്തോടുകൂടി നിങ്ങൾ മന്ത്രിക്കുക. അത് പരിപൂർണ്ണ ശിഫ നിങ്ങൾക്ക് അല്ലാഹു നൽകും. എൻ്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ സ്വലാത്തിനെ പ്രാവർത്തികമാക്കിയോ. രണ്ടാമത്തെ അമല് ഏതാണ്? അമല് നമ്മുമായി സമീപിക്കുന്നവരിൽ കൂടുതലും പറയുന്നതാണ് സിഹറിന്റെ പ്രയാസം, കണ്ണേറിന്റെ പ്രയാസം, നാപ്പോരിന്റെ പ്രയാസം. ഇങ്ങനെ പൈശാചിക മേഖലകളിൽ വലിയതായിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഞാൻ കഴിഞ്ഞ മജ്‌ലിസിൽ പറഞ്ഞതുപോലെ 16, 17, 20 വർഷമായി ഉപദ്രവം തുടങ്ങിയിട്ട്, സിഹറിന്റെ ഉപദ്രവം തുടങ്ങിയിട്ട്, അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ അകപ്പെട്ട് ജീവിതം വഴിമുട്ടിപ്പോയവർ, മാനസിക രോഗിയായവർ ഇത് ചെയ്ത് മാനസിക രോഗിയാക്കി മാറ്റി. അല്ലെങ്കിൽ ഇത് ചെയ്ത് അവന്റെ ജോലിയും അവന്റെ എല്ലാം കളഞ്ഞു. ജോലി ഉണ്ടായിരുന്നു, ഒരു കുടുംബം ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, എല്ലാം ഇല്ലാതായി. അവനെ പടുകുഴിയിലേക്ക് ചാടിച്ചു. എന്തുകൊണ്ട്? സിഹർ സത്യമാണ്. മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരിക്കലും തള്ളിക്കളയണ്ട. അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഓരോരുത്തർ കേൾക്കുമ്പോഴാണ്. നിങ്ങളൊന്നും വേണ്ട, ഒരു ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ ഇമ്മരപ്പടിയിലേക്ക് ഇവിടെ വന്നാൽ മതി. നിങ്ങൾക്കറിയാം ആരൊക്കെ എന്തൊക്കെ പ്രയാസത്തിലാണ്, സിഹറിന്റെ ബുദ്ധിമുട്ടിൽ അകപ്പെട്ട് നിൽക്കുന്നവർ. നമ്മൾ സിഹറാണെന്ന് പറയാനുള്ള കാരണം, അവരൊക്കെ മന്ത്രിക്കുന്ന സമയത്ത് അവർ തന്നെ പറയും, ഇത് എവിടെ നിന്ന് വന്നതാണ്, ആരാണ് ചെയ്തത്, ഈ കൂടോത്രക്കണി ആരാണ് എനിക്ക് ചെയ്തു വെച്ചത്. ആ വിട്ട ശൈത്താൻ തന്നെ വിളിച്ചു പറയും. പിന്നെ ഏതെങ്കിലും തെളിവ് നമുക്ക് വേണം, മുഅ്മിനീങ്ങളെ. അങ്ങനെ സിഹറിന്റെ പ്രയാസങ്ങൾ അല്ലാഹുവേ നീ പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. നീ ഇബ്താലിയത്ത് നീ നൽകണേ അല്ലാഹ്. നീ ഒരു ബാത്തിലിയത്ത് നൽകണേ അല്ലാഹ്. അത് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ മന്ത്രിക്കാം. ചെറിയ രൂപത്തിൽ അതിനൊരു അടക്കമുണ്ടാവും. വലിയതായിട്ടുള്ള സിഹറാണെങ്കിൽ ആ രീതിയിൽ തന്നെ നിങ്ങളതിനെ ട്രീറ്റ്മെന്റ് ചെയ്യണം. അല്ലെങ്കിൽ ചെറിയ രൂപത്തിലാണെങ്കിൽ, ചെറിയ തടസ്സവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഈ ആയത്തോതി, ഈ ആയത്ത് എങ്ങനെ ഓതണം, ഇത് ബാധിച്ച ആൾ, ഈ സിഹർ ഏറ്റ ആൾ, അല്ലെങ്കിൽ തടസ്സങ്ങൾ ഏറ്റ ആൾ, ഈ കണ്ണേർ ഏറ്റ ആൾ, അല്ലെങ്കിൽ നാപ്പോർ ഏറ്റ ആൾ, അവരെന്ത് ചെയ്യണം? അവരെ വലത് കൈയെടുക്കുക, എന്നിട്ട് ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് വെക്കുക. ഇവിടാണല്ലോ നെഞ്ച്. ഈ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചിട്ട് ഈ ആയത്തിനെ ഈ എണ്ണത്തിൽ ഓതിക്കഴിഞ്ഞാൽ എന്തു മാരകമായ സിഹറാണെങ്കിലും, എന്ത് കണ്ണേറാണെങ്കിലും ഒരു വിധക്കത് ബാത്തിലാവും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ഈ മന്ത്രിക്കാം, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ആരെങ്കിലും മന്ത്രിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരൊരു 3 പ്രാവശ്യം ഈ ആയത്തിനെ ചൊല്ലി മന്ത്രിച്ച്, ആർക്കാണോ നിങ്ങൾക്ക് മന്ത്രിക്കാനുള്ളത് അവരെ മന്ത്രിക്കാം. കാരണം എന്താ? തടി കെട്ടുക എന്ന് പറയും. നമ്മളെ തടി തന്നെ ആരാണോ മന്ത്രിച്ചു കൊടുക്കുന്നത്, ഉമ്മ മകൻക്ക് മന്ത്രിക്കുകയാണെങ്കിൽ ഉമ്മ ആദ്യം മന്ത്രിക്കണം, തടി കെട്ടണം. അല്ലെങ്കിൽ ഈ പ്രയാസം നേരെ ഉമ്മാക്ക് കയറും. ഈ സിഹറിന്റെ ഒരു അംശം അവരിലേക്കും അത് കടന്നിട്ടുണ്ട്. മാറിക്കേറുക എന്നൊക്കെ പറയും. മാറിക്കേറിയിട്ടുണ്ട്.
അതാ പറയുന്നത്, ആരൊക്കെയാണോ വീട്ടിലുള്ളത് ഇത്തരം പ്രയാസങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അവരാദ്യം മന്ത്രിക്കുക, എന്നിട്ട് ഈ രോഗിയെ മന്ത്രിച്ചു കൊടുക്കുക. അല്ലാഹു ഇനി ശിഫാ നൽകണേ അല്ലാ. ഏതാണ് ഈ രണ്ട് അമലുകളാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇത്തരം പ്രയാസങ്ങൾ അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ നൽകല്ലേ അല്ലാ. ഉള്ളവർക്ക് നീ പരിപൂർണ്ണ ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാ. രോഗികൾക്ക് നീ പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. സിഹ്ർ സംബന്ധമായ, കണ്ണേർ സംബന്ധമായ, പൈശാചികമായ ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുന്നവർ അല്ലാഹുവേ പരിപൂർണ്ണ സലാമത്തിന് നൽകണേ അല്ലാ. പരിപൂർണ്ണ സലാമത്തിന് നൽകണേ അല്ലാ. അവർക്ക് ചെയ്യാൻ പറ്റിയ രണ്ട് അമലാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ സയ്യിദി മജ്‌ലിസിൽ ചർച്ച ചെയ്യുന്നത്. ഓരോരുത്തർ നമ്മുമായി ബന്ധപ്പെടുന്നവരിൽ ഇത്തരം പ്രയാസങ്ങൾ അധികമായി കാണുമ്പോഴാണ് നമ്മൾ മജ്‌ലിസിലൂടെ മറ്റുള്ളവർക്കും പകർന്നു നൽകുന്നത്. രോഗികൾ ഈ അടുത്തായിട്ട് നിരന്തരമായ രോഗികളാണ് വിളിച്ചു പറയുന്നത്, ഞങ്ങളെ ഇത്ര ഇന്നാലിന് രോഗമാണ്, ഭർത്താവിന്നാലിന് രോഗമാണ്, അല്ലെങ്കിൽ ഉപ്പാക്കിന്നാലിന് രോഗമാണ്, മകൻക്കല്ലെങ്കിൽ മകൾക്കിന്നാലിന് രോഗമാണ്. എന്ത് രോഗമാണെങ്കിലും അത് പരിപൂർണ്ണ ശിഫാ ലഭിക്കുന്ന അത്ഭുത സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പഠിക്കാം. എന്ത് മാരകമായ സിഹ്റാണെങ്കിലും, കണ്ണേറാണെങ്കിലും, നാപ്പോരാണെങ്കിലും, പൈശാചിക മേഖലയിലെ എന്ത് പ്രയാസമാണെങ്കിലും, ഓരോ പ്രയാസം ഞാൻ എടുത്തു പറയുന്നില്ല, എന്ത് പ്രയാസമാണെങ്കിലും അതിൽ നിന്ന് പരിപൂർണ്ണ ശിഫാ ലഭിക്കാൻ, അത് വലിയൊരു ഇബ്താലിയത്ത് ലഭിക്കാൻ, ബാത്തിലിയത്ത് ലഭിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഈ അത്ഭുത ആയത്ത് ആരെങ്കിലും ഓതിയാൽ, ഈ എണ്ണത്തിൽ ഓതിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ ശിഫാ, ഇതിന് വലിയൊരു മുക്തത, ഇതിന് വലിയൊരു ബാത്തിലിയത്ത് അല്ലാഹു അവർക്ക് നൽകും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മളെ മജ്‌ലിസിൽ നമ്മളെ അമലിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മളെ മജ്‌ലിസിൽ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ നമ്മളെ മജ്‌ലിസിലേക്ക് ഇതുപോലെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ധാരാളം ആളുകളാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പല പ്രയാസം പറഞ്ഞുകൊണ്ട്, പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, പല പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പരിഹാരം ചോദിച്ച്, തങ്ങളെ ഇന്നാലിൻ്റെ പ്രയാസമുണ്ട്, തങ്ങൾ പറയുന്ന ഇത്തരം പ്രയാസം എനിക്കുണ്ട്, ഇത്ര കാലമായി തങ്ങളെ ഞാൻ ഇത്തരം ബുദ്ധിമുട്ടിൽ അകപ്പെട്ട് നിൽക്കുകയാണ്, ഇത്തരം ഉപദ്രവത്തിൽ അകപ്പെട്ട് നിൽക്കുകയാണ്, കുറേ കാര്യങ്ങൾ നോക്കി തങ്ങളെ മകൻക്ക് കല്യാണം റെഡിയാകുന്നില്ല, എല്ലാം ഞങ്ങൾ ചെയ്തു, പോകേണ്ട അടുത്തൊക്കെ പോയി, അവസാനത്തതാണ് തങ്ങളെ വിളിക്കുന്നത്, ഇതിന് മാർഗം, ഇതിന് പരിഹാരം പറഞ്ഞു തരണം. മകൻക്ക് ജോലി റെഡിയാവുന്നില്ല, 3-4 മാസമായി വിസിറ്റിങ്ങിലാണ്, റൂമിലാണ് തങ്ങളെ CV എല്ലാ സ്ഥലത്തും കൊടുത്ത്, ആരും വിളിക്കുന്നില്ല, വലിയ അടങ്ങേറിലാണ്, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ, ജോലി ഒന്ന് റെഡിയാവാൻ. അങ്ങനെ പറയുന്ന ധാരാളം പ്രയാസങ്ങൾ, അടങ്ങേറുകൾ പറയുന്നവര്, വിളിക്കുന്നവര്, തങ്ങളെ ഒന്ന് കാണാനായിരുന്നു, ഇത്തരം പ്രയാസങ്ങളുണ്ട്, നേരിട്ടൊന്ന് കാണാനായിരുന്നു, എപ്പോഴാ പറ്റുക, എന്നാ തങ്ങളെ വീട്ടിലുണ്ടാവുക, ഏത് സമയത്താണ് ഞങ്ങൾ വരേണ്ടത് എന്ന് ചോദിക്കുന്നവർ ഇൻഷാ അല്ലാഹ് ഇനി ഇൻഷാ അല്ലാഹ് വീട്ടിൽ നോട്ടമുള്ളത് വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ വരുന്ന ആളുകൾ ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ സകലമാന പ്രയാസങ്ങൾ അല്ലാഹു ഇനി മാറ്റി ഞങ്ങൾക്ക് റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പൈശാചികമായ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു വലിയ കാവലിൽ നൽകണേ അല്ലാഹ്. വലിയ കാവലിൽ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു പരിപൂർണ്ണ ശിഫാ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്ഭുത സ്വലാത്തിനെ പറ്റിയാണ്. ഏതാണ് ആ സ്വലാത്ത്? ഏതാണ് ആ സ്വലാത്ത്? ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ പറയപ്പെട്ട സ്വലാത്ത്. ഏതാണ് സ്വലാത്ത്? സ്വലാത്തു തിബ്ബ്. സ്വലാത്തു തിബ്ബ് ആരെങ്കിലും സ്വലാത്തു തിബ്ബ് ആരെങ്കിലും ചൊല്ലിയാൽ 2 അദദുകളാണ് ഈ സ്വലാത്തിനുള്ളത്. സ്വലാത്തു തിബ്ബിന് 2 അദദുകളാണ്, 2 എണ്ണങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് എണ്ണം? ഒന്ന് 400 പ്രാവശ്യം ചൊല്ലി ഓതി സ്വലാത്ത് ചൊല്ലി മന്ത്രിക്കുക. എവിടെയാണ് രോഗമുള്ളത് അവിടെ മന്ത്രിക്കുക, അല്ലെങ്കിൽ തലയിൽ മന്ത്രിക്കുക, അല്ലെങ്കിൽ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് ഈ സ്വലാത്തിനെ ചൊല്ലുക. 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം.
ഈ 3 മാർഗങ്ങൾ ചെയ്യാം. സ്വലാത്ത് തിബ്, വലിയ മഹത്വമുള്ള വലിയ ഔഷധ ഗുണമുള്ള സ്വലാത്താണ് സ്വലാത്തു തിബ്. എല്ലാവരും അത് ചൊല്ലുന്നതാണ്, എല്ലാവരും ചൊല്ലുന്നതാണ് ഇൻഷാ അല്ലാഹ്. മാരകമായ രോഗമുള്ളവര്, മാരകമായ രോഗത്തിൽ പ്രയാസപ്പെടുന്നവര്, ഒരു രോഗമുണ്ട് തങ്ങളെ, ഇത്ര ഇന്നാലിന്റെ ഭാഗത്തൊരു വേദനയുണ്ട്, അത് മാരകമായ രോഗങ്ങളൊന്നും ആവാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ, സ്വലാത്ത് തിബ് ചൊല്ലിക്കോ. ഏതാണ് ആ സ്വലാത്ത്? ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ അത്ഭുതകരമായ സ്വലാത്ത്. ആർക്കെങ്കിലും മാരകമായ രോഗങ്ങളുണ്ടെങ്കിൽ, കാൽമുട്ട് വേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ, ഡിസ്കിന്റെ കംപ്ലൈന്റ് ഉള്ളവരുണ്ടെങ്കിൽ, ഹൃദയ സംബന്ധമായ രോഗികളുണ്ടെങ്കിൽ, കിഡ്നി സംബന്ധമായ രോഗികളുണ്ടെങ്കിൽ, ഡയാലിസിസ് രോഗികളുണ്ടെങ്കിൽ, എന്ത് മാരകമായ രോഗമാണെങ്കിലും, തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ, മൈഗ്രെയിൻ പോലുള്ള തലവേദന ഉള്ളവരുണ്ടെങ്കിൽ, സംബന്ധമായ രോഗികളുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ, സ്വലാത്ത് തിബ് ചൊല്ലിക്കോ. ശരീരത്തിൽ ഏത് രോഗമുണ്ടെങ്കിലും സ്വലാത്ത് തിബ് ചൊല്ലിക്കോ. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്, എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തുൽ അബ്ദാനി വശിഫാഇഹാ വനൂറുൽ അബ്സാരി وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها والنور الأبصار وضيائها وعلى آله وصحبه وسلم. എൻ്റെ കൂടെ ഒന്നും കൂടി ചൊല്ല്. നിങ്ങൾക്ക് വേദനയുള്ള ഏത് ഭാഗമാണെങ്കിലും അവിടെ നിങ്ങൾ കൈവക്ക്. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്, തിബ്ബ് സ്വലാത്ത് ചൊല്ല്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തുൽ അബ്ദാനി വശിഫാഇഹാ വനൂറുൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹുവേ നീ ശിഫാ നൽകണേ അല്ലാഹ്, നീ പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹ്. രണ്ടാമത്തേത് 2000 പ്രാവശ്യം നിങ്ങൾ ചൊല്ലി വന്നിരിക്കുക. വലിയ രോഗമാണെങ്കിൽ, ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ രോഗമാണെങ്കിൽ അതിന് വരെ ശിഫാ ലഭിച്ചിട്ടുണ്ട് സ്വലാത്തു തിബ്ബിലൂടെ. ആത്മാർത്ഥമായിട്ട് 2000 പ്രാവശ്യം ചൊല്ലി. 2000 പ്രാവശ്യം ചൊല്ലി. എന്ത് മാരകമായ രോഗമാണെങ്കിലും അല്ലാഹുവിന് ശിഫാ നൽകണേ. ഞങ്ങൾക്കിപ്പോൾ രോഗമൊന്നുമില്ലല്ലോ, ഞങ്ങളിപ്പോൾ വലിയ ആഫിയത്തോടു കൂടിയുള്ള ഞങ്ങൾ ചൊല്ലണം. അല്ലാഹുവിൻ്റെ സാബിഖായ ഖലാഇൽ അതിൻ്റെ മാരകമായ രോഗത്തിൻ്റെ നിങ്ങളെ ശരീരത്തിൽ മുട്ടിട്ട് മുളക്കുന്നുണ്ടെങ്കിൽ ഈ സാഅത്ത് മുതൽ അല്ലാഹുവിനെ കരിയിച്ച് കളയണം. അത് കരിയിച്ച് കളയാൻ വേണ്ടി, അത് കരിയാൻ വേണ്ടി നിങ്ങളും ചൊല്ലണം. ഏത് നിമിഷമാണ്, ഏത് സമയത്താണ് നമ്മുടെ രോഗം എന്ന് പറയാൻ പറ്റൂല. നമ്മുമായി ബന്ധപ്പെടുന്ന ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരനാണ്, ബാപ്പയേറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. എൻ്റെ മുത്തുമിനീങ്ങളെ. അപ്പൊ അവനക്ക് തോന്നി, ഞാൻ കുറേയല്ലോ ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട്, 35-35 ഇടയിലുള്ള പ്രായമുള്ള ഒരു സഹോദരനാണ്. ഞാൻ കുറേ ആയല്ലോ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത ലാബിൽ. ആ റിസൾട്ട് നിങ്ങളെ ഫോണിലേക്ക് വരൂട്ടോ എന്ന് പറഞ്ഞു. ഉപ്പാനായിട്ട് തിരിച്ചു പോന്ന് റിസൾട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ആ റിസൾട്ടുമായി ഡോക്ടറെ സമീപിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് കടന്നിട്ട് 2ാമത്തെ സ്റ്റേജിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി 2ാമത്തെ സ്റ്റേജിലേക്ക് കടക്കണുള്ളൂ ആ സഹോദരൻ. അല്ലാഹുവേ നീ പരിപൂർണ്ണ ശിഫാ ഇനി നൽകണേ അല്ലാഹ്, നീ പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാഹ്. അത്രയുള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ, അത്രയുള്ളൂ എൻ്റെ മുത്തുമിനീങ്ങളെ മനുഷ്യൻ്റെ അവസ്ഥ. ലാബിൽ പോയി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്താൽ നമ്മളെ അഹങ്കാരവും നമ്മളെ കിബറും നമ്മളെ പോരും എല്ലാം അവിടെ അവസാനിച്ച് രോഗിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നുമല്ല. ആർക്കും നമ്മളെ വേണ്ട, ഒരാൾക്കും നമ്മളെ വേണ്ട. അവനങ്ങ് തള്ളിക്കളഞ്ഞ് ഒറ്റപ്പെട്ട് രോഗിയായി കഴിഞ്ഞാൽ ഒന്നുമില്ല. നമ്മളെ കൊണ്ട് സമ്പാദിക്കാൻ കഴിയുമില്ല. അപ്പം ആർക്കും വേണ്ട, മക്കൾക്ക് ആർക്കും വേണ്ട, ഒഴിവാക്കും. അതാണ് രോഗിയായി കഴിഞ്ഞാൽ തീർന്നത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ അഹങ്കരിക്കണ്ട, ആരും അഹങ്കരിക്കണ്ട.
അല്ലാഹുവേ ഞങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കില്ല അല്ലാ, ഞങ്ങളെ പരീക്ഷിക്കില്ല അല്ലാ, ഞങ്ങളെ പരീക്ഷിക്കില്ല തമ്പുരാനെ. എങ്ങനെ നിങ്ങൾ ചൊല്ലണം? 2400 പ്രാവശ്യം വെറുതെ ചൊല്ല പോരാ. ഈ ഇഅ്തിഖാദോടുകൂടി ചൊല്ലണം, വിശ്വാസത്തോടുകൂടി ചൊല്ലണം. ഈ സ്വലാത്ത് കൊണ്ട്, ഈ സ്വലാത്ത് കൊണ്ട് എൻ്റെ ഈ രോഗം മാറും, എൻ്റെ ഈ രോഗം മാറും, എൻ്റെ ഈ രോഗം മാറും, എൻ്റെ ഈ രോഗം മാറും, എൻ്റെ ഈ വേദന മാറും എന്ന് ആത്മവിശ്വാസത്തോടുകൂടി ഒരു ഇഅ്തിഖാദോടുകൂടി നിങ്ങൾ ചൊല്ലി നോക്ക്. അല്ലാഹു ശിഫാക്കി തരും എൻ്റെ മുഅ്മിനീങ്ങൾ. അല്ലാഹുവേ നീ പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. രണ്ടാമത്തെ കാര്യം ഇൻഷാ അല്ലാഹ്, ധാരാളം ആളുകളെ സമീപിക്കുന്നതാണ് പൈശാചിക മേഖലകളിൽ ബുദ്ധിമുട്ടുന്നതാണ്. സിഹർ സംബന്ധമായി, ഗൂഢോത്ര സംബന്ധമായി, സർപ്പദോഷം, അങ്ങനെയുള്ള വീട് സംബന്ധമായ പ്രയാസം, ഭൂമി സംബന്ധമായ പ്രയാസം, തടസ്സങ്ങൾ, അങ്ങനെ നോക്കുമ്പോൾ പൈശാചിക മേഖലകളിൽ വലിയ ബുദ്ധിമുട്ടുന്ന ആളുകൾ, വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് ചൊല്ലാൻ പറ്റിയ, ഓതാൻ പറ്റിയ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഒരായത്ത്. ഈ പരിശുദ്ധമാക്കപ്പെട്ട ആയത്തിൽ അള്ളാഹിന്റെ പേര് 18 പ്രാവശ്യം, അള്ളാഹുവിന്റെ പേര് എടുത്തു പറഞ്ഞ ആയത്ത്, 18 പ്രാവശ്യം എടുത്തു പറഞ്ഞ ആയത്ത്. ഏതാണ് ആയത്ത്? ആയത്തുകളുടെ രാജാവ്, ആയത്തുകളിലെ ഉന്നതൻ എന്നറിയപ്പെടുന്ന ആയത്തുൽ കുർസി. ഇതാണ് ഉസ്താദ് പറഞ്ഞ ആയത്ത്. ഞങ്ങളെപ്പോഴും ഓതാറുണ്ടല്ലോ, ഇത് ഞങ്ങളെപ്പോഴും ചൊല്ലുന്നതാണല്ലോ, ഇത് ഞങ്ങളെപ്പോഴും ചൊല്ലുന്നതാണ്, ഇത് ഞങ്ങളെപ്പോഴും പതിവാക്കുന്നതാണല്ലോ. ഇതാണോ ഇപ്പൊ പറഞ്ഞത്? തള്ളിക്കളയണ്ട. ആയത്തുൽ കുർസിന് വലിയ ശ്രദ്ധയുണ്ട്. ഇത് എങ്ങനെ ചൊല്ലണം? ഞാൻ ഈ പറയുന്ന രീതിയിൽ ചൊല്ലും. നിങ്ങൾ ഓതുന്നവരാവും. നിങ്ങൾ ആയത്തുൽ കുർസി കിടക്കുന്ന സമയത്തും വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്തൊക്കെ ഓതുന്ന ആളുകളാവും. ഏത് സമയത്ത് ഓതുന്ന ആളാവും? നിസ്കാരത്തിന് ശേഷം ഓതുന്ന ആളാവും. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ, ഈ എണ്ണത്തിൽ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ എന്ത് മാരകമായ സിഹ്ർ നമുക്ക് കേൾക്കൂല. ആര് നമ്മളെ കൊടുക്കാൻ ഉദ്ദേശിച്ചാലും, ആര് നമ്മളെ കെടുത്താൻ ഉദ്ദേശിച്ചാലും, ആര് നമ്മളെ മുട്ടുകുത്തിക്കാൻ ഉദ്ദേശിച്ചാലും ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് ഒരു പിശാചും അവന്റെ മേൽ അടുക്കൂല. എൻ്റെ മുത്തുമിനിങ്ങളെ, അടുക്കൂല. നമ്മളൊക്കെ മന്ത്രിക്കാൻ പോകുന്ന സമയത്ത്, ഒഴിഞ്ഞെടുക്കാൻ പോകുന്ന സമയത്ത്, ഒഴിഞ്ഞാങ്ങാൻ പോകുന്ന സമയത്ത് ഏറ്റവും ആദ്യം മുതൽ ഏതാണ്? ഏറ്റവും കൂടുതൽ മുതൽ ഏതാണ്? ആയത്തുൽ കുർസി. ഒരു പിശാചിന് ഏറ്റവും ഇഷ്ടമില്ലാത്തതാണ് ആയത്തുൽ കുർസി. അത് ഓതിക്കഴിഞ്ഞാൽ ഏത് പിശാച് ശരീരത്തിലുണ്ടെങ്കിലും അവനുടെ ഇളകി അങ്ങ് ഓടും. പിന്നെ ശരീരത്തിൽ നിൽക്കൂല. എൻ്റെ മുത്തുമിനിങ്ങളെ, അതിമഹത്താക്കപ്പെട്ട ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് ഓതേണ്ടത്, ആയത്തുൽ കുർസിയുടെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഒരു സ്വഹാബിയായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. വലിയ സമ്പന്നനായിരുന്നു, വലിയ സമ്പത്ത് അല്ലാഹു കൊടുത്ത ഒരു സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ എന്തെങ്കിലും ഒരു നിധി, എന്തെങ്കിലും ഒരു കല്ലെടുത്താൽ അതുവരെ അല്ലാഹു സ്വർണ്ണമാക്കും, അതുവരെ അല്ലാഹു ദിർഹമും ദിനാറുകളുമാക്കും. അത്രയും അല്ലാഹു വാരി കോരി കൊടുത്തിരിക്കുന്നു. നിലത്തുനിന്ന് എന്തെങ്കിലും ഒരു കല്ലോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതുവരെ അല്ലാഹു ദിനാറും ദിർഹമുമാക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലാഹു കൊടുത്ത നിഅമത്ത്. അല്ലാഹു ഓരോരുത്തർക്കും കൊടുക്കുന്ന നിയമത്താണ്. നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, ആരെയും അസൂയിച്ചിട്ട് കാര്യമില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എനിക്ക് അല്ലാഹു വലിയ സമ്പത്ത് കൊണ്ട് അല്ലാഹുവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു സഹോദരൻ, ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അല്ലാഹു ഇത്രയും വലിയ സമ്പത്ത് അല്ലാഹു നൽകാനുള്ള കാരണം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു അമൽ എന്താണ്? അല്ലാഹു നിങ്ങൾക്ക് വലിയ സമ്പത്ത് തരാനുള്ള കാരണം എന്താണെന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു മനുഷ്യൻ ചോദിച്ച സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു
ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് പറയുകയാണ് എനിക്ക് അല്ലാഹു വലിയ സമ്പത്ത് നൽകാൻ, എനിക്ക് അല്ലാഹു വലിയ സമ്പത്ത് കൊണ്ട് എന്നെ അനുഗ്രഹിച്ചത്, ഞാൻ എന്നും വീടിന്റെ 4 മൂലയിൽ 4 ഭാഗത്ത് ഞാൻ ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കുമായിരുന്നു. എന്തുണ്ടാവൂല? പൈശാചികമായ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടാവൂല. അപ്പൊ തന്നെ അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകും. പിശാചിന്റെ സാന്നിധ്യം നമ്മളെ വീട്ടിലുണ്ടാവില്ല. എൻ്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് വലിയ ബർക്കത്തും നിഅമത്ത് നൽകും. അല്ലാഹു നമ്മളെ വലിയ സമ്പന്നനാക്കും. ആയത്തുൽ കുർസി ഓതിക്കോ. എപ്പോഴും വീട്ടിൽ ആയത്തുൽ കുർസി നിങ്ങൾ പതിവാക്കണം. ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത്, ജോലിക്ക് പോകുന്നവരുണ്ടാവും, പിന്നെ ഓഫീസിലേക്ക് പോകുന്നവരുണ്ടാവും, ബിസിനസ് ആവശ്യത്തിന് പോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ മറ്റാവശ്യത്തിന് എന്തിനു പോയാലും ആയത്തുൽ കുർസി ഓതി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവനക്ക് 70,000 മലക്കുകളുടെ സംരക്ഷണം അല്ലാഹു അവനക്ക് നൽകും. പിന്നെയോ അവനെല്ലാ ആവശ്യം കഴിഞ്ഞ് അവന്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നവരെ അല്ലാഹുവിന്റെ കാവലുണ്ടാവും. ഒരു അപകടങ്ങളോ ഒരു മുസീബത്തോ ഒരു ബലാഓ അവനക്കുണ്ടാവൂല. അവനക്കൊരു മുസീബത്തോ അവനക്കുണ്ടാവൂല. എങ്ങനെ? അവൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നത് വരെ അല്ലാഹുവിന്റെ കാവൽ, അല്ലാഹുവിന്റെ സംരക്ഷണം അവൻക്കുണ്ടാകും എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ആരെങ്കിലും വുളൂഇന് ശേഷം ആയത്തുൽ കുർസിയെ പതിവാക്കിയാൽ അവനക്ക് 70 ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കും. 70 സ്ഥാനം അല്ലാഹു കൊടുക്കും. പിന്നെ നമുക്ക് കടണ്ടാവൂല, നമുക്ക് പ്രയാസം. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഏതാ നിൽക്കുന്നത്? നമ്മളിപ്പോ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. നമുക്കിപ്പോ ഒന്നുമില്ല, വലിയ കടമാണ്, വലിയ പ്രയാസമാണ്, പ്രതിസന്ധിയാണ്, ജോലിയില്ല, ഒന്നുമില്ല, സമ്പത്തിൽ ബർക്കത്തില്ല, ഒന്നുമില്ല. ആരെങ്കിലും വുളൂഇന്റെ ശേഷം ആയത്തുൽ കുർസി പതിവാക്കി കഴിഞ്ഞാൽ 70 ദറജ അല്ലാഹു കൊടുക്കും. അല്ലാഹു 70 പദവി കൊടുത്താൽ തന്നെ, 70 പദവി അല്ലാഹുവിന്റെ ഭാഗം അല്ലാഹു കൊടുത്താൽ തന്നെ നമുക്ക് ഈ പ്രയാസങ്ങൾ ഉണ്ടാവോ? ഇല്ല, ഉണ്ടാവൂല. അതുകൊണ്ട് ആയത്തുൽ കുർസിയെ വുളൂഇന്റെ ശേഷം നീ പതിവാക്കിക്കോ. അടുത്ത പ്രതിഫലം, ആരെങ്കിലും ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ, നിസ്കാരത്തിന് ശേഷം ആരെങ്കിലും ആയത്തുൽ കുർസിയെ പതിവാക്കി കഴിഞ്ഞാൽ അവർക്കും സ്വർഗത്തിന് ഇടയിൽ ഒരു തടസ്സം ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ്. പിന്നെ അവിടെ എന്താണ് ഒരു തടസ്സം? മരണമല്ലാത്തൊരു തടസ്സം ഉണ്ടാവൂല. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അവിടുന്ന് ഇതുവരെ കളവ് പറയാത്ത ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആരെങ്കിലും നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി പതിവാക്കി കഴിഞ്ഞാൽ അവർക്കും സ്വർഗത്തിനും ഇടയിൽ ഒരു തടസ്സം ഉണ്ടാവില്ല. ഒരു തടസ്സമുള്ളത് അത് മരണമാണ്. മരിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിൽ. മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ നേരെ എവിടേക്കാണ്? അവൻ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ, ആയത്തുൽ കുർസിയെ പതിവാക്കി കഴിഞ്ഞാൽ അവനക്ക് അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കും. അവനക്ക് വേണ്ടി ദിക്ർ ചൊല്ലാൻ, അവനക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ ഒരു മലക്കിനെ അല്ലാഹു അവൻ ഉണരുന്നത് വരെ അല്ലാഹു നിയോഗിച്ചു കൊടുക്കും. അവനക്കൊരു കാവലായി, അവനക്കൊരു സെക്യൂരിറ്റിയായി അല്ലാഹു ഒരു മലക്കിനിട്ട് കൊടുക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആയത്തുൽ കുർസിന് ഇനിയും വലിയ മഹത്വങ്ങളുണ്ട്, ഇനിയും എണ്ണിയാൽ തീരാത്ത മഹത്വങ്ങളുണ്ട്. ആയത്തിലെ 6666 ആയത്തുകളെ രാജാവാണ് ആര്? ആയത്തുൽ കുർസി. അല്ലാഹുവേ, ചൊല്ലാൻ ഈ ഭാഗ്യം നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഈ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സിഹ്റോ പ്രയാസങ്ങളോ ഏൽക്കാതിരിക്കാൻ എപ്പോഴും വീട്ടിലിരുന്നു കൊണ്ട് സിഹറുള്ള ആൾക്ക്, സിഹറേറ്റ ആൾക്ക്, കണ്ണേറേറ്റ ആൾക്ക്, കണ്ണേർ അൽ ഐനു ഹഖ്വൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കണ്ണേർ സത്യമാണ്. ഒരു മരുഭൂമിയിലൂടെ പോകുന്ന ഒട്ടകത്തെ ചട്ടിയിലാക്കാൻ കണ്ണേറിന് സാധിക്കും. അത്രയും ശക്തിയാണ് നിങ്ങളെ കണ്ണേറിട്ടുണ്ടെങ്കിൽ. കണ്ണേറിൻ്റെ ഒക്കെ നമ്മൾ മജ്ലിസ് നമ്മൾ പറഞ്ഞതാണ്, വീഡിയോ ഇൻഷാ അല്ലാഹ് ഇതിന് മുമ്പ് ഇട്ടതാണ്. ഇതിനു മുമ്പ് കണ്ണേറിൻ്റെയും സിഹറിൻ്റെ ചർച്ചകളൊക്കെ നമ്മൾ ചെയ്തതാണ്, ലക്ഷണങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും കണ്ണേറിട്ടിട്ടുണ്ടെങ്കിൽ, സിഹറേറ്റിട്ടുണ്ടെങ്കിൽ അവൻ ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കുക.
എത്ര പ്രാവശ്യമാണ് നമ്മൾ മന്ത്രിക്കേണ്ടത്? സിഹറേറ്റ ആള്, കണ്ണേറേറ്റ ആള്, പൈശാചികമായ ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകളെ മന്ത്രിക്കുന്ന ആള് ആദ്യം ഒരു 3 പ്രാവശ്യം അവൻ മന്ത്രിച്ച് നെഞ്ചിലേക്കൊന്ന് ഓതുക, ഇഷ്ഫി എന്ന് പറഞ്ഞു ഓതുക, എന്നിട്ട് മന്ത്രിക്കുക. എത്ര പ്രാവശ്യം മന്ത്രിക്കേണ്ടത്? 17 പ്രാവശ്യം. 17 പ്രാവശ്യം മന്ത്രിക്കാൻ കഴിയുന്നില്ല, സമയം കിട്ടുന്നില്ല. 11 പ്രാവശ്യം, അതിനും സമയമില്ലെങ്കിൽ ഒരു 7 പ്രാവശ്യം, അതിൽ ചുരുക്കരുത്. 7 പ്രാവശ്യം മന്ത്രിക്കുക. ഇനി സ്വയം ഒരാൾ ഓതുകയാണെങ്കിൽ അവന്റെ വലത് കൈ എടുക്കുക, ഹൃദയത്തിൽ വെക്കുക, അതായത് ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചിട്ട്, ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് കണ്ണടച്ചുകൊണ്ട് ഒരു 17 പ്രാവശ്യം. എന്ത് സിഹറാണെങ്കിലും എന്ത് പൈശാചികമായ ഉപദ്രവമാണെങ്കിലും അത് നീങ്ങിപ്പോകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹുവേ സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും അല്ലാഹുവേ പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നും വലിയ ഇബ്താലിയത്ത്, വലിയ ബാത്തിലിയത്ത് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. മാരകമായ രോഗത്തിൽ പ്രയാസപ്പെടുന്നവർ അല്ലാഹുവേ പരിപൂർണ്ണ ആജിലായ കാമിലായ നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ അല്ലാഹ് ഞങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ്, നീ ശിഫാ നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമ്മൾ 5:45 സയ്യിദിയ മജ്ലിസ്, റമദാനിലുള്ള സയ്യിദിയ മജ്ലിസ് 5:45 എല്ലാ മാസങ്ങളിലും ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. ആ മജ്ലിസിൽ പങ്കെടുക്കുക. 5:45 ആ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് പങ്കെടുത്തുകൊണ്ട് എല്ലാ ദുആ വസിയത്തും ഇൻഷാ അല്ലാഹ് അവിടെ ദുആ ചെയ്യും. മജ്ലിസിൽ എപ്പോഴും നമ്മൾ ദുആ ചെയ്യാറുണ്ട്. എല്ലാവരും ആദ്യമായി മജ്ലിസ് കാണുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് 5:45 നമ്മളെ മജ്ലിസിനൊപ്പം കൂടുക, ഒരു അംഗമായി കൂടിയിട്ട് 5:45 മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കുക. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അല്ലാഹു പരിപൂർണ്ണ ശിഫാ നൽകും. വലിയ ഷിഫാഇന്റെ മജ്ലിസാണ്, വലിയ ഇജാബത്തുള്ള മജ്ലിസാണ്. മഹാന്മാരായ സയ്യിദന്മാരുടെ സാദാത്യങ്ങളുടെ നോട്ടവും കാവലുള്ള മജ്ലിസാണ്. അവരെ നിയന്ത്രണത്തിലാണ് മജ്ലിസ് നടന്നു പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ ചൊല്ലുന്നതും പറയുന്നതും ദുആ ചെയ്ത ഒരാൾ മാത്രമാണ്. അവരൊരു നോട്ടത്തിലും അവരൊരു ഇജാസിയത്ത് പ്രകാരമാണ് മഹാന്മാരായ ജവലുൽ അവരുടെ നോട്ടത്തിലാണ് മജ്ലിസ് ഇങ്ങനെ നടന്നു പോകുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അല്ലാഹുവേ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അല്ലാഹുവേ മുറാദിനെ ഹസ്നാക്കി കൊടുക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീകരിച്ചു കൊടുക്കണം അല്ലാഹ്. ഈ 2 അമല് ഇൻഷാ അല്ലാഹ് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. തങ്ങളെ ഞാൻ വലിയ രോഗിയാണ്, ഞാൻ രോഗത്തിൽ പ്രയാസപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് രോഗിയാണ്, അല്ലെങ്കിൽ എൻ്റെ മകൻ രോഗിയാണ്, മകൾ രോഗിയാണ്, എൻ്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ പിന്നാലിന് ആള് രോഗിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഉപ്പ രോഗിയാണ്, ഉമ്മ രോഗിയാണ്, അവർക്ക് വേണ്ടി ഞാൻ ചെയ്യാം. തങ്ങൾ ഇജാസിയത്ത് നൽകും ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ഇജാസിയത്ത് നൽകും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ചൊല്ലുക. ഈ കാര്യങ്ങൾ ചെയ്യാം. അല്ലാഹുവേ പരിപൂർണ്ണ ശിഫാഇനി നൽകണം അല്ലാഹ്, നീ ശിഫാ നൽകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.